ഫാദർ ഡോക്ടർ സേവ്യർ കുടിശ്ശേരി ആലപ്പുഴയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, ഈ ലത്തീൻ സഭ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിയോടടക്കം ഫിഷറീസ് വകുപ്പിനെ സംബന്ധിച്ച്, കടലിനെ സംബന്ധിച്ച്, കടലിൻ്റെ മക്കളെ സംബന്ധിച്ച്, തീരത്തെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള ലത്തീൻ സഭയ്ക്കുള്ള കൺസേൺ, താല്പര്യം, അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പല രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഫിഷറീസ് വകുപ്പ് കൈയാളുന്നത് ശ്രീ അബ്ദുൽ ഗഫൂറാണ്. ആ വകുപ്പ് വിഭജനം ലത്തീൻ സഭയെ നിരാശപ്പെടുത്തിയിരിക്കുകയാണോ? അതെ, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കേൾക്കാമോ? കേൾക്കാം ഫാദർ, പറഞ്ഞു. കേൾക്കാം. ഞാൻ ആലപ്പുഴ രൂപതയുടെ PROയും രാഷ്ട്രീയകാര്യ സമിതി ചെയർമാനുമാണ്. ഞങ്ങളുടെ ഇൻട്രസ്റ്റ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പദ്ധതികൾ അതൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഒരു പുതിയ സംവിധാനം വരുന്നു, പുതിയ മുഖ്യമന്ത്രി, പുതിയ മന്ത്രിസഭ, പുതിയ പ്രവർത്തനങ്ങൾ, അതിലൊക്കെ ഞങ്ങൾ വളരെയേറെ ആഹ്ലാദിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിന് വളരെ ഗുണം ചെയ്യുമെന്ന വിചാരവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഇതാണ്. ഈ കേരളത്തിൽ 2,40,000-ലേറെ മത്സ്യത്തൊഴിലാളികളുണ്ട്. അതിലേറ്റവും കൂടുതൽ മീൻപിടുത്തക്കാർ തിങ്ങിപ്പാർക്കുകയും മീൻ പിടിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ലത്തീൻ സഭയിൽപ്പെട്ട ആൾക്കാരാണ്. ധീവരരുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ 25,000-ൽ താഴെ മാത്രമേ ബാക്കിയുള്ളവരുള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകൾ ലത്തീൻ സമൂഹത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇനി മറ്റൊരു കാര്യം, കടലുണ്ടായ കാലം മുതൽ ആലപ്പുഴയിൽ പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും എല്ലാം ഈ കടലുമായി ബന്ധപ്പെട്ടാണ്. കടലമ്മയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾക്ക് മീൻ തരുന്നത് പോലും കടലമ്മയാണെന്ന സങ്കല്പം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ കടലുമായി ബന്ധപ്പെട്ട് കടൽക്കാറ്റേറ്റ് കടലിലെ കാറ്റും മഴയും ഇതെല്ലാം കൊണ്ട് ജീവിച്ചു വളർന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ താല്പര്യങ്ങളുണ്ട്. ഇനി ഞങ്ങളെ ഭരിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ, ഞങ്ങൾക്ക് സേവനം ചെയ്യാൻ മറ്റാരെങ്കിലും കടലുമായി പരിചയമില്ലാത്ത, കടൽ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ആൾക്കാരാരെങ്കിലും വന്നാൽ അത് ഞങ്ങൾക്ക് അത്ര സ്വീകാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇനി എന്തിനാണ് മറ്റുള്ളവരെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്? ഞങ്ങൾക്ക് ആലപ്പുഴയിൽ തന്നെ പക്കാ മീൻപിടുത്തക്കാരൻ ഒരാളാണ് ഇന്ന് MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിൻസെൻ്റ് എന്ന് പറയുന്ന ആളുണ്ട്. അയാൾ മീൻപിടുത്തക്കാരൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ കൊല്ലത്തുനിന്ന് ഷിബു ബേബി ജോണുണ്ട്. ഞങ്ങളെ മനസ്സിലാക്കുന്ന, ഞങ്ങളുടെ ജീവിതം അറിയുന്ന, ഞങ്ങളിൽ പെട്ട ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, ഞങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. കടൽ വന്നാലും കാറ്റ് വന്നാലും കോളുണ്ടായാലും ഇതൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പം കുട്ടനാട്ടിലെ കാര്യം എടുത്താൽ കുട്ടനാട് അറിയാൻ പാടില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വല്ലതും നടക്കുന്ന കാര്യമാണോ? അതേസമയത്ത് കടലറിയാൻ, അങ്ങനെ ഞാൻ കടലിടി കൊണ്ട് ഉരുണ്ട് വീണിട്ടുള്ള ആളാണ്. കടൽ തീരത്തുകൂടി ഒന്ന് നടന്നു നോക്ക്. ഞാൻ മീൻ പിടിക്കുന്ന വഞ്ചിയിൽ കയറി കടലിൽ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അറിയുന്ന ആളുകൾ തന്നെ വരണം. നമുക്കിപ്പോൾ അങ്ങനെ അറിയാവുന്ന ആളുകളുണ്ട്. ഇനി വെറുതെ മീൻപിടുത്തക്കാരൻ മാത്രമല്ല, നല്ല ബോധമുള്ള, വിവരമുള്ള, പഠനമുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ആൾക്കാർ. അപ്പോൾ ഞങ്ങളെ എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് തടയുന്നത്? എന്നിട്ട് ഇപ്പോഴെന്താണ് കൊണ്ടുവരുന്നത്? മറ്റെവിടുന്നോ ആരൊക്കെയോ കൊണ്ടുവരുന്നു. അതും ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം പോലുള്ള ഒരു വലിയ കാര്യം ഞങ്ങളിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് ഇത് ഞങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് എന്തിനാണ് ഇത് പിടിച്ചു പറിക്കുന്നത്? ഞങ്ങളുടെ നാട്, കടൽ ഞങ്ങളുടേതാണ്, കടൽ തീരം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ജീവിതമാണ്. അത് ഞങ്ങൾക്ക് തന്നെ സ്വയംഭരണാവകാശത്തോടു കൂടി ഭരിക്കാനായിട്ടുള്ള സാധ്യത ഞങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇത് ഇനി മേഴ്സിക്കുട്ടി അമ്മ കടലിൻ്റെ ആൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇതിനു മുൻപുണ്ടായിരുന്ന പല വ്യക്തികളും ഞങ്ങളുമായിട്ട് വളരെ സാധർമ്യമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഈ ഒരു വലിയ കാര്യം ഞങ്ങൾ ഇന്ന് പിടിച്ചു പറിച്ചെടുക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല.
അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് വിട്ടുതരണം. ഞങ്ങൾ മറ്റേ ഇപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടുപോയാലും മറ്റെന്ത് കൊണ്ടുപോയാലും ഞങ്ങൾക്ക് പ്രോബ്ലം അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കടലാണ് ഞങ്ങളുടേത്. കടൽ ജീവിതത്തിൽ പെട്ട ആൾക്കാരാണ്. ഈ കാറ്റേറ്റ് വളർന്നിട്ടുള്ള ഒരാൾ ഞങ്ങളോട് ഒപ്പം സേവനം അനുഷ്ഠിക്കാൻ വേണം എന്ന വിചാരമാണ് ഞങ്ങൾക്കുള്ളത്. ഫാദർ, ഇവിടെ സംഭവിച്ചത്, ഫാദർ ഇപ്പോൾ അവസാനം അത് കോട്ട് ചെയ്തത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ഇങ്ങോട്ട് എടുത്തിട്ടാണ് കോൺഗ്രസ് ഫിഷറീസ് വകുപ്പ് അങ്ങോട്ട് മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പെറ്റി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരല്ല, ഞങ്ങൾക്ക് വിശാലമായ താല്പര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കടലോര ജീവിതം. അതെ, അപ്പോൾ മാത്രമല്ല എനിക്കൊരു കാര്യം കൂടി പറയാൻ അനുവദിക്കണം. അതായത് പണ്ടത്തതിനേക്കാൾ ഏറെ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ലൈഫാണ് ഇപ്പോൾ കടപ്പുറത്തുള്ളത്. കാലാവസ്ഥ മാറി, കടലിൻ്റെ അന്തരീക്ഷം മാറി. കഴിഞ്ഞ കൊല്ലം മാത്രം 60-ലേറെ ആൾക്കാരാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കടലിൽ വീണും ഹാർട്ട് അറ്റാക്ക് വന്നും മരിച്ചുപോയത്. അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഈ ആലപ്പുഴയിൽ ഇപ്പോഴും ഒരു സംവിധാനമില്ല. രക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത ഇത്ര ആധുനിക യുഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലും വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയത് നിർഭാഗ്യകരമായി പോയെന്നാണ്. അതായത് ഫിഷറീസ് വകുപ്പ് വിട്ടുകൊടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എടുത്തത്. അതായത് ഇപ്പോൾ ലത്തീൻ സഭയായാലും മത്സ്യത്തൊഴിലാളികളായാലും കടലിൻ്റെ മക്കൾ, തീരമേഖല അതിനെ കാണുന്നത് ഫിഷറീസ് വകുപ്പിനെ അത്ര ഗൗരവത്തോടെ ഈ വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഫിഷറീസ് വകുപ്പിനെ അത്ര ഗൗരവത്തോടെ കണ്ടില്ല എന്നൊരു തോന്നലോ വിഷമമോ ലത്തീൻ സഭയ്ക്കുണ്ടോ? ഉണ്ട്, കൃത്യമായിട്ടും ഉണ്ട്. എന്ന് ഞാൻ പറയുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പുതിയ മന്ത്രിസഭ അർഹിക്കുന്ന ആളുകളെ എല്ലാവരെയും വേണ്ടവണ്ണം പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നുണ്ട്. ഇപ്പം ആശാ വർക്കേഴ്സിന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തല്ലോ. അതേപോലുള്ള കാര്യങ്ങളൊക്കെ അർഹിക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾ മാത്രം അനർഹരായി മാറി നിർത്തപ്പെടുന്നതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യം? ഇനി വേറൊരു കാര്യം കൂടി, എക്കാലവും കടലും തീരവും ഞങ്ങളും പുറത്താണ്. ഞങ്ങൾക്ക് ആളില്ല, ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരുത്തൻ തന്നെ MLA ആയിട്ട് വന്നിട്ടുണ്ട്. AD തോമസ് വളരെ കൃത്യമായി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന, മീൻ പിടിക്കാൻ പോയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവർക്ക് ഈ ദൗത്യം നിർവഹിക്കാൻ കഴിയും. മാത്രമല്ല AD തോമസിനെ പോലുള്ള ആളുകൾ കടൽ തീരത്തുകൂടി ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുമ്പോൾ അത് കടലോരവാസികൾക്കുണ്ടാകുന്ന ഉണർവും ഉന്മേഷവും അത് ഈ സർക്കാരിനും കേരള സംസ്ഥാനത്തിനും മൊത്തത്തിലും വലിയ ഗുണം ചെയ്യുമെന്ന് കൂടി കരുതണം. ഞങ്ങൾക്ക് മാത്രമല്ല അത്. മനസ്സിലായി, റൈറ്റ്. ഞാൻ ഒരു കാര്യം അറിയാലോ, ഈ കേരളത്തിൻ്റെ മാർക്കറ്റ് സജീവമാകണമെങ്കിൽ കടലിലെ മാർക്കറ്റ് സജീവമാകണം.